ഹലോ കേസ്, അപ്പോൾ നമുക്ക് വീണ്ടും കഥ കേട്ട് തുടങ്ങാം. അപ്പോൾ ശ്രീ കുറുമ്പോട് കൂടി അവളെ നോക്കി. എന്നിട്ട് രണ്ടുപേരും പുറത്തേക്ക് നടന്നു. അമ്മായി അവളെ കൃഷ്ണയെ കണ്ണി വെച്ച് മാറി നോക്കി. എന്നിട്ട് ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു. ശ്രീ കുറുമ്പോടെ അത് കണ്ടു നിന്നു. അവൻ അമ്മയൊന്ന് നോക്കി. അപ്പോൾ എനിക്കൊന്നും ഇല്ലേന്ന് മട്ടിൽ അവർ ചിരിയോടെ ശ്രീയേയും ചേർത്ത് പിടിച്ചു. അവനും കൊടുത്തൊരുമ്മ. കൃഷ്ണ ചിരിയോടെ അമ്മയെ മകനെ നോക്കി. എന്നിട്ട് രണ്ടാളും ഒരുമിച്ച് പോകാനായി ഇറങ്ങി. അമ്പലത്തിൽ വന്ന് ദീപാരാധന തൊഴുത് അമ്പലത്തിൽ മൂന്നൊരു വലം വെച്ച് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. ദേവി മഹാമായേ, എന്നെ ശ്രീയേട്ടനെ കാത്തൊള്ളനെ, ഒരനർത്ഥവുമില്ലാതെ ഒരാപത്തുകളുമില്ലാതെ ഇന്നും എപ്പോഴും ഒരു കൂടെ ഉണ്ടാകാൻ ദേവി മഹാമായെ നീ അനുഗ്രഹിക്കണേ. പ്രാർത്ഥിച്ച് മുഖമൂർത്തി നോക്കിയത് തൻ്റെ നടകാവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവപാർവതി വിഗ്രഹത്തിലേക്ക്. അപ്പോൾ എന്താണെന്നറിയില്ല, അന്ന് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ തങ്ങളെ കണ്ടപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ തങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നെന്നും ഈ ജന്മത്തിൽ വീണ്ടും പുനർജനിച്ചതാണെന്നും പറഞ്ഞപ്പോൾ തനിക്ക് പുച്ഛമായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. തൻ്റെ പ്രാണനായി മാറുകയാണോ ശ്രീയേട്ടൻ? ആ അമ്പലത്തിലെ പ്രത്യേകത ദേവിക്ക് പ്രത്യേകം പൂജിച്ച കുങ്കുമം വാങ്ങി നെറുകയിലിട്ടാൽ ഒരു നാളും രണ്ടുപേരും പിരിയില്ല എന്നുള്ളതാണ്. ശ്രീ ആ കുങ്കുമം വാങ്ങി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് അവിടെ നെറുകയിൽ ചാർത്തിക്കൊടുത്തു. കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന കൃഷ്ണയുടെ നെറുകയിൽ തൻ്റെ അതിരങ്ങൾ കൂടി ചേർക്കാൻ ശ്രീ കൊതിച്ചുപോയി. എന്നിട്ട് പതുക്കെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സുകൊണ്ട് ശ്രീ പരമേശ്വരന് ഒരുപാട് നന്ദി അർപ്പിച്ചു. ശ്രീ തൻ്റെ കൃഷ്ണയെ മടക്കി തന്നതിന്. രണ്ടുപേരെയും വണ്ടിയെ കയറി. ശ്രീ അവളെ തന്നെ നോക്കി. പെണ്ണിൻ്റെ മുഖമൊക്കെ ചുമന്നു തുടിത്തിരിക്കുന്നു. വല്ലാത്തൊരു ഇഷ്ടം ശ്രീക്ക് അവളോട് തോന്നി. അവളെ തന്നിലേക്ക് ചേർക്കാൻ, അവളെ പൂർണ്ണമായി നുകരാൻ മനസ്സ് കൊതിക്കുന്നു. അവൾ ആ നോട്ടം കണ്ടൊന്ന് ചിരിച്ചു. അവൾക്ക് കാര്യം മനസ്സിലായി. ചിരിയോടെ തന്നെ അവനൊരു പിച്ചു കൊടുത്തിട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു. വീട്ടിനു മുമ്പിൽ വണ്ടി കൂടി നിർത്തിയപ്പോൾ കൃഷ്ണൻ കണ്ടു അച്ഛനും അമ്മയും. അവൾ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ ചിരിയോട് ചോദിച്ചു, അപ്പോൾ ഇതിനായിരുന്നു കണ്ണനെ കൊണ്ട് മുല്ലപ്പൂവും കുപ്പുളയും ഒക്കെ വാങ്ങിപ്പിച്ചത്? കൃഷ്ണ കുറുമ്പോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് മകളെ ഒന്ന് നോക്കി. എന്തൊരു സൗന്ദര്യം! അവർ മകളെ ഒന്ന് നോക്കി. എന്തൊരു സൗന്ദര്യം! പെട്ടെന്ന് അവരുടെ കണ്ണിൽ നിന്ന് കുറച്ച് കരിയെടുത്ത് ഒരു ചെറിയ കറുത്ത പൊട്ട് താടിയിലിട്ട് കൊടുത്തു. കണ്ണു തട്ടാതിരിക്കട്ടെ. കുറേ നേരം എല്ലാവരും സംസാരിച്ച് നിന്നു. ഇതിനിടയിടയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി എന്തൊക്കെയോ പറയുന്ന കൃഷ്ണയെ ശ്രീ കണ്ണിമച്ചി മാതെ നോക്കി. കുറേ കഴിഞ്ഞതും കൃഷ്ണ ഡ്രസ്സ് മാറാൻ റൂമിലെത്തി. ഇപ്പോൾ പഴയതുപോലെ നടക്കാൻ കാല് ശരിയായിട്ടില്ല, എങ്കിലും ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റുന്നുണ്ട്. അവൾ പടികേറി മുറിയിലെത്തിയപ്പോൾ അവൾക്ക് പിറകെ ശ്രീയും അവിടെ അരികിലെത്തി. ശ്രീ പോയി കതകി ചേർത്തടച്ചു. ആരും മുകളിലേക്കൊന്നും വരില്ല എന്നാലും അവിടെ അരികിലെത്തി വരിഞ്ഞു മുറിക്ക് നെഞ്ചിലേക്ക് ചേർത്ത് ഉമ്മകൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. പതുക്കെ അവളെ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി. പിന്നെ പതുക്കെ സാരി മാറ്റി ആ വയറ്റിൽ കുറുമ്പോടെ മുഖം ചേർത്തു. കൃഷ്ണ ഇക്കിളി കൊണ്ട് പിടഞ്ഞു. പൊട്ടി ചിരിച്ചു അവൾ. അവൻ കൗതുകത്തോടെ ആ ചിരി കണ്ടു. പതുക്കെ അവളെ വ്യവസ്ഥയാക്കി അവളിലേക്ക് പൂർണ്ണമായും ശ്രീ അലിഞ്ഞു ചേർന്നു. ഇപ്പോൾ കൃഷ്ണയും ശ്രീയും രണ്ടല്ല, ഒന്നാണ്. എല്ലാ അർത്ഥത്തിലും ഒന്നായി തീർന്നവർ. അവിടെ ചിന്തകളിൽ മുസാഫർ എന്ന മനുഷ്യനോ അവിടെ കുഞ്ഞോ അവിടെ ചിന്തകൾ എവിടെയുമില്ല. ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. കൃഷ്ണ ജോലിക്ക് പോയി തുടങ്ങി. വീട്ടിൽ നിന്ന് തന്നെയാണ്, ദിവസവും പോയി വരികയാണ്. അത് വേണ്ടെന്ന് ശ്രീ എത്ര പറഞ്ഞിട്ട് കൃഷ്ണ അനുസരിക്കാൻ തയ്യാറല്ല. നീ ഹോസ്റ്റലിൽ കൂട്ടുകാരികളുടെ ഒപ്പം പോയി നിന്നോളാൻ പലതവണകളോട് പറഞ്ഞെങ്കിലും അവൾ പോകാൻ കൂട്ടാക്കാൻ തയ്യാറായില്ല. അതിനൊരേറ്റു കാരണമേ ശ്രീയെ പിരിഞ്ഞിരിക്കാൻ വയ്യ. കൂട്ടുകാരികൾക്ക് അവിടെ മാറ്റം ആദ്യമൊട്ടൊരു അത്ഭുതമായിരുന്നെങ്കിലും ഇപ്പോൾ അവർക്കും അതിൽ വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. മുസാഫർ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുവെങ്കിലും മൈമുന എപ്പോഴും കൂടെയുണ്ട്. ഇപ്പോൾ ഏതു നേരവും കിടത്തവും ഉറക്കവും മാത്രമാണ്. വയറ് കൂടി വരും തോറും അവിടെ അവശത കൂടി വരികയാണ്. അത് കാണുന്തോറും എല്ലാവർക്കും ഭയമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചിയെ തിരിച്ചു കൊണ്ടുവന്നു. ഉമ്മച്ചി ഇപ്പോൾ പിച്ച വെച്ച് നടക്കുന്ന കുട്ടിയാണ്. ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങി. ഉമ്മച്ചിക്കാണ് പേടി മുഴുവൻ. ഗർഭത്തിൻ്റെ ആലസ്യത്തിനൊപ്പം
അവളിൽ വളരുന്ന മാരകരോഗം അതാണ് എല്ലാവരെയും വല്ലാതെ ഭയപ്പെടുത്തുന്നത്. ഇനി 2 കീമോ കൂടിയുണ്ട്. ഇപ്പോൾ രോഗമൊന്നും വല്ലാതെ തണുത്തിരിക്കുകയാണ് എന്ന് കരുതി ആശ്വസിക്കാൻ വകയൊന്നുമില്ല. കാരണം ഒരു സ്ത്രീയിൽ ഏറ്റവും കൂടുതൽ ഹോർമോൺ വ്യതിയാനം സംഭവിക്കുന്നത് അവൾ ഗർഭവതിയായിരിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് കുഞ്ഞവളിലെ പോഷകങ്ങൾ കഴിച്ച് വളരേണ്ട സമയത്ത് ഉഗ്രമായ മരുന്നുകളാണ് അവളുടെ ശരീരത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്കും ഓരോരുത്തർക്കും അവിടെ കാര്യത്തിൽ നല്ല ആദിയുണ്ട്. ആരും പക്ഷേ പരസ്പരമൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് മൈമിനയുടെ മുമ്പിൽ എല്ലാവരും ഉള്ളിലെ അഗ്നി മറച്ചു വെച്ച് ചിരിക്കുന്ന മുഖത്തോടെ മാത്രമാണ് നിൽക്കുന്നത്. ആരും കാണാതെ ഖദീജമ്മ മാത്രം മകളെ ഓർത്ത് എന്നും കരയും. അവരുടെ ദീനതയാർന്ന മുഖം, മൈമിനയുടെ ദീനതയാർന്ന മുഖം തെറ്റൊന്നുമല്ല ആ അമ്മ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്. ഒരുപാട് വിഷമം ഉള്ളിൽ ഒതുക്കുന്നതും തെല്ലൊന്നുമല്ല ആ പാവമ്മയെ വിഷമിപ്പിക്കുന്നത്. ഒരുപാട് വിഷമം മകളറിയാതെ ഇരിക്കാൻ അവരും ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. ദിവസങ്ങളോടി മറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഓഫീസിൽ പോകാൻ ഒരുങ്ങി താഴെ വന്ന കൃഷ്ണ പെട്ടെന്നൊരു ദിവസം ബോധശൂന്യായി ശ്രീയുടെ കയ്യിൽ തന്നെ പതിച്ചു. അവനെ ആകെ പേടിച്ചു പോയി. ഭാര്യയെടുത്ത് നെഞ്ചി ചേർത്തു. അപ്പോഴേക്കും അമ്മ ഓടി വന്നു. വെള്ളമെടുത്ത് മുഖത്ത് തളിച്ചു കൊടുത്തു. കണ്ണു തുറന്നെങ്കിലും വാടിയ ചേമ്പിൻ തണ്ടുപോലെ കൃഷ്ണ ശ്രീയുടെ മടിയിൽ കിടന്നു. അവനവളെ ഒന്ന് നോക്കി. പിന്നെ കോരിയെടുത്ത വണ്ടിയിൽ കൊണ്ട് കിടത്തി. വണ്ടി നേരെ ആശുപത്രിയിലേക്ക് വിറ്റു. അപ്പോൾ നമ്മുടെ കൃഷ്ണയ്ക്ക് എന്ത് പറ്റിയെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഓക്കേ.